നേന്ത്രക്കായ കൊണ്ട് സാമ്പാർ, നേന്ത്രക്കായ കൊണ്ട് മോരൂട്ടാൻ, ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന കറികളാണ്. എന്നാൽ ഇന്ന് നമുക്ക് കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കറി നോക്കാം. ഇത് നേന്ത്രക്കായ അല്ല, ഇത് വേറൊരു തരം കായയാണ്. ഇവിടെ ബോംബെയിലൊക്കെ കടയിൽ ഇഷ്ടം പോലെ കിട്ടുന്ന കായയാണ്. അപ്പോൾ ഈ പച്ചക്കായ വെച്ചിട്ട് ഒരു കറി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം കായും പരിപ്പും കൂടി വേവിക്കണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ പച്ചക്കായ, പരിപ്പ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് വേവിക്കുക. ഇത് വേവിക്കുമ്പോൾ ഒരു 3 വിസിൽ മതിയാവും. ഈ 3 വിസിൽ അടിച്ചതിന് ശേഷം അതവിടെ അങ്ങനെ അടച്ചിരിക്കട്ടെ. നമുക്ക് കുറച്ച് തേങ്ങ ചിരകാം. കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അരയ്ക്കാം. തേങ്ങ അരച്ചെടുക്കുക. എന്നിട്ട് നല്ല വെന്തിക്കണു കായും പരിപ്പും. ഈ വെന്ത കായും പരിപ്പിലേക്ക് നമുക്ക് അരച്ച തേങ്ങ പാരാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അരച്ച തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തള വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇപ്പോൾ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ വറുത്തിടാൻ ആദ്യം കുറച്ച് എണ്ണ, അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇടുക. കാര്യം കഴിഞ്ഞു. നല്ല ചൂട് ചോറിനൊപ്പം മിക്സ് ചെയ്ത് കഴിക്കുക.